ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലീ മാർക്കറ്റ് എന്നറിയപ്പെടുന്നത് മുംബൈയിലെ ചോർ ബസാറാണ്. പേരിലുള്ളതുപോലെ തന്നെ സിറ്റിയിലെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഈ ബസാറിൽ ചെന്ന് തിരികെ വാങ്ങാമെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. എന്നാൽ ഇന്നിവിടെ മോഷണ വസ്തുക്കളെക്കാൾ കൂടുതൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് വിൽക്കപ്പെടുന്നത്. എന്നെ പോലെയുള്ള ആന്റിക് വിന്റേജ് ഐറ്റംസിനോട് ക്രേസ് ഉള്ളവർക്ക് ഒരു കമനീയ ശേഖരം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഗ്രാമഫോൺ, ടൈപ്പ് റൈറ്റർ, ഓൾഡ് ഫിലിം ക്യാമറ, ബ്രാസ് ആൻറ്റിക്, റേഡിയോ, പേർഷ്യൻ കാർപ്പറ്റ്, ടെലിഫോൺ തുടങ്ങിയ വൈവിധ്യമാർന്ന വിൻറ്റേജ് ഐറ്റംസ് ഇവിടെ കാണാൻ കഴിയും. കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, പഴയ ബോളിവുഡ് പടത്തിന്റെ പോസ്റ്ററുകൾ, പോസ്റ്റ് കാർഡുകൾ തുടങ്ങിയ അപൂർവമായ വസ്തുക്കളും ഈ മാർക്കറ്റിൽ ലഭ്യമാണ്. ചില കടകളിൽ ഒറിജിനൽ വിക്ടോറിയൻ ഫർണിച്ചറുകളും ഉണ്ട്. കൂടാതെ കൊളോണിയൽ കാലഘട്ടത്തിലെ പുരാതന ഫർണിച്ചറുകളും റെട്രോ ഹോം ഡെക്കോറും എല്ലാം ഇവിടെ ലഭ്യമാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ആദ്യം ഷോർ ബസാർ എന്നായിരുന്നു ഈ മാർക്കറ്റ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഷോർ ബസാർ എന്ന വാക്ക് ശരിയായി ഉച്ചരിക്കാൻ കഴിയാത്ത ബ്രിട്ടീഷുകാർ മാർക്കറ്റിനെ ചോർ ബസാർ എന്ന് വിളിച്ചു തുടങ്ങി. ഒടുവിൽ മോഷ്ടിച്ച സാധനങ്ങളും വിന്റേജ് ഐറ്റംസും മാർക്കറ്റിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഈ പേര് തുടർന്നു. വിക്ടോറിയ രാജ്ഞിയുടെ വയലിൻ ബോംബെയിലെ കപ്പലിൽ നിന്ന് ഇറക്കുന്നതിനിടെ കാണാതായത് പിന്നീട് ഈ ചോർ ബസാറിൽ വിൽപ്പനയ്ക്കായി വെച്ചിരുന്നതായി കണ്ടെത്തി എന്നുവരെ കഥകളുമുണ്ട്. ചോർ ബസാറിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ്, മോട്ടോറുകൾ കൂടാതെ ഇലക്ട്രോണിക് ഷോപ്സും കാണാൻ സാധിക്കും. വില പേശുന്നത് ഇവിടെ നിർബന്ധമാണ്. പഴയതും ക്ലാസിക് വസ്തുക്കളുടെയും ആരാധകരാണ് നിങ്ങളെങ്കിൽ മുംബൈയിലെ ചോർ ബസാർ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.